ഈ ചൂടത്ത് എക്സാം എടുത്ത് എങ്ങനെ ഉണ്ടാവും? ഒന്നും സംഭവിക്കില്ല. പക്ഷേ എക്സാമിന് പോകുന്ന വെയിലാണ് സഹിക്കാൻ പറ്റുന്നത്. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണെന്നറിയില്ല ആദ്യം കയറിയത് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ്. 2 ദിവസമായിട്ട് ബിരിയാണി കഴിക്കുന്നതുകൊണ്ടാണെന്നറിയില്ല എനിക്ക് ബിരിയാണിനോട് ഒരു മടുപ്പ്. അങ്ങനെ ഞാൻ സാധാ ചോറും റഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ലേറ്റ് വന്നാലും ലേറ്റസ്റ്റാണ് വരുക എന്നുള്ളതാണ് നമ്മുടെ മുട്ടയുടെ തിയറി. സാധാ ചോറിലേക്കുള്ള പഴക്കം ബിരിയാണിയിലേക്ക് ചോദിച്ചു വാങ്ങാനുള്ള കഴിവ് ഞങ്ങൾ റഫിനുള്ളതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ SSLC ഫുൾ മാർക്ക് കിട്ടിയ എൻ്റെ 2 കസിൻ്റെ മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കുറച്ച് ഒരു ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മളൊരു ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. നേരെ ഫ്രെയിം വാങ്ങി അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. ഇത് നിങ്ങൾ കട്ട് ചെയ്യുന്നതും കാണുന്നതൊക്കെ ഞങ്ങൾ അത് ആ സ്പോട്ടിൽ ലൈവായിട്ട് ചെയ്യുന്നതാണ്. കാരണം അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരേണ്ടതാണ്. സോ അത് അവൾ അവിടെ തന്നെ നിന്നിട്ട് കട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഫ്രെയിമിൻ്റെ ഗ്ലാസ് കിട്ടി. ഞങ്ങൾ റഫിൻ്റെ കൈ ചെറുതായിട്ടൊന്നും പറഞ്ഞു. ബാൻഡേജിൻ്റെ അഭാവം മൂലം ഞങ്ങൾ ചെറുതായിട്ട് മാസ്ക് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എന്തിനാ അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. കാരണം ഇത് ഞാൻ അവൾക്ക് കൊടുത്തൊരു ഓർഡർ ആയിരുന്നു. കാരണം അവൾ ചെറിയ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അവൾക്ക് അവളുടെ വർക്കിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്തിയ സ്പോട്ടാണിത്. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അടിപൊളിയാണ്. ഫൈനലി ഒരു മൊയ്റ്റൊക്കെ കുടിച്ച് ഞങ്ങൾ 2 വഴിക്കാണ് തിരിഞ്ഞു.